നെക്സ്റ്റ് ടോപ്പിക്കാണ് ഫങ്ഷൻസ്. ഫങ്ഷൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ദേ ആർ ദ പ്രൈമറി ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മെത്തേഡ് ഓഫ് കോഡ് ഓർഗനൈസേഷൻ ആൻഡ് റീയൂസ് ഇൻ പൈതൺ. അപ്പോൾ ഫങ്ഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ കോഡിൽ, അതായത് പൈതൺ അല്ലെങ്കിൽ ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലാണെങ്കിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഫങ്ഷൻ ക്യാൻ ഓൾസോ ഹെൽപ്പ് മേക്ക് യുവർ കോഡ് മോർ റീഡബിൾ ബൈ ഗിവിങ് എ നെയിം ടു എ ഗ്രൂപ്പ് ഓഫ് പൈതൺ സ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് പൈതൺ സ്റ്റേറ്റ്മെൻറ്റ്സിന് ഒരു നെയിം കൊടുത്ത്, അതായത് ഫങ്ഷൻ നെയിം കൊടുത്ത് നമ്മുടെ കോഡിനെ ഏറ്റവും റീഡബിളായിട്ട് ഏറ്റവും ഈസിയസ്റ്റ് വേയിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഫങ്ഷൻസ് യൂസ് ചെയ്യുന്നത്. ഫങ്ഷൻസ് ആർ ഡിക്ലയർഡ് വിത്ത് ദ ഡെഫ് കീവേഡ് ആൻഡ് റിട്ടേൺ ഫ്രം വിത്ത് ദ റിട്ടേൺ കീവേഡ്. ഓക്കെ, നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത് ഡെഫ് എന്ന് പറയുന്ന ഒരു കീവേഡ് വെച്ചിട്ടും അതിനെ റിട്ടേൺ ചെയ്യുന്നത് റിട്ടേൺ എന്ന് പറയുന്ന കീവേഡ് വെച്ചിട്ടും ആയിരിക്കും. അപ്പോൾ ഡെഫ് മൈ ഫങ്ഷൻ എന്ന് പറഞ്ഞ് കൊടുത്താൽ നമ്മളവിടെ ഫങ്ഷന് ഡിക്ലെയർ ചെയ്ത് കൊടുത്തിരിക്കുവാണ്. ആൻഡ് റിട്ടേൺ എന്ന് പറഞ്ഞ് ഒരു കീവേഡ് യൂസ് ചെയ്ത് നമ്മൾ കീവേഡ് റിട്ടേൺ ചെയ്തിരിക്കുവാണ്. ഓക്കെ, എന്തുവാണ് വാല്യൂ, ഫങ്ഷൻ്റെ വാല്യൂ റിട്ടേൺ ചെയ്തിരിക്കുവാണ്. അപ്പോൾ എക്സാമ്പിൾ നോക്കിയേ, ഡെഫ് മൈ ഫങ്ഷൻ എക്സ് കോമ വൈ കോമ ഇസഡ് ഈക്വൽ ടു 1.5. അപ്പോൾ ഇഫ് ഇസഡ് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ എന്ത് റിട്ടേൺ ചെയ്യണം? ഇസഡ് സ്റ്റാർ എക്സ് പ്ലസ് വൈ. എക്സ് പ്ലസ് വൈ, എക്സ് എന്ന് പറയുക എക്സിൻ്റെ വാല്യൂവും വൈൻ്റെ വാല്യൂവും നമ്മളവിടെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇസഡ് സ്റ്റാർ എക്സ് പ്ലസ് വൈ റിട്ടേൺ ചെയ്യണം. ഏത് കേസിലാണ്? ഇഫ് ഇസഡ് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ റിട്ടേൺ ഇസഡ് സ്റ്റാർ എക്സ് പ്ലസ് വൈ, എൽസ് റിട്ടേൺ ഇസഡ് ബൈ എക്സ് പ്ലസ് വൈ. അതല്ലെങ്കിൽ എന്താണ് എൽ സ്റ്റേറ്റ്മെൻറ്റ്? റിട്ടേൺ ഇസഡ് ബൈ എക്സ് പ്ലസ് വൈ റിട്ടേൺ ചെയ്യണം. ഓക്കെ, ഇതാണ് ഫങ്ഷൻസ്. There are many built-in functions provided by Python, such as dir. Dir stands for directory, len, len, length in the function, and abs absolute function. ഓക്കെ, ബിൽഡ് ഇൻ ഫങ്ഷൻസ് ഉണ്ട്, അതായത് ഇൻബിൽഡ് ആയിട്ടുള്ള ഫങ്ഷൻസ് ഉണ്ട് പൈതണിൽ. അതിൽ എക്സാമ്പിളാണ് ഡയറക്ടറി ഫംഗ്ഷൻ ഉണ്ട്, ലെങ്ത് കണ്ടുപിടിക്കാനായിട്ട് ലെൻ ഫംഗ്ഷൻ ഉണ്ട്, അബ്സല്യൂട്ട് വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് abs ഫംഗ്ഷൻ ഉണ്ട്. അത് അങ്ങനെ ഒരുപാട് ബിൽഡ് ഇൻ ഫങ്ഷൻസ് പൈതണിൽ യൂസ് ചെയ്യുന്നുണ്ട്. യൂസർ ക്യാൻ ഓൾസോ ബിൽഡ് ദെയർ ഓൺ ഫങ്ഷൻസ് വിച്ച് ആർ കാൾഡ് യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻ. ഇപ്പോൾ നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് വേണമെങ്കിൽ ഒരു ഫംഗ്ഷൻ ബിൽഡ് ചെയ്യാൻ പറ്റും. അതിനെയാണ് യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഫങ്ഷൻസ് യൂസ് ചെയ്യുന്നതിനുള്ള അഡ്വാൻറ്റേജസ് ആണ്. ദേ റെഡ്യൂസ് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് കോഡ് ഇൻ എ പ്രോഗ്രാം. അപ്പോൾ ഒരു നമ്മുടെ പ്രോഗ്രാമിൽ ഡ്യൂപ്ലിക്കേഷൻ, കോഡിൻ്റെ ഡ്യൂപ്ലിക്കേഷനെ റെഡ്യൂസ് ചെയ്യാനായിട്ട് ഫങ്ഷൻ ഉപയോഗിക്കും. അതൊരു അഡ്വാൻറ്റേജ് ആണ്. ആൻഡ് ഓൾസോ ദേ ബ്രേക്ക് ദ ലാർജ് കോംപ്ലെക്സ് പ്രോബ്ലംസ് ഇൻ ടു സ്മാൾ പാർട്സ്. ഓക്കെ, ഫങ്ഷൻ യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് വലിയ വലിയ കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോബ്ലംസിനെ ചെറിയ ചെറിയ പാർട്സ് ആയിട്ട് ബ്രേക്ക് ചെയ്ത് അതിന് ഓരോന്നിനും സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, വി ക്യാൻ സേ ദാറ്റ് മോഡുലാരിറ്റി നമ്മളവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫങ്ഷൻസ് യൂസ് ചെയ്യുന്നത് വഴി. ദേ ഹെൽപ്പ് ഇൻ ഇംപ്രൂവിങ് ദ ക്ലാരിറ്റി ഓഫ് കോഡ്. ഓക്കെ, നമ്മുടെ കോഡിൻ്റെ യൂസ് എന്താണ്, അതിൻ്റെ ഫങ്ഷൻസ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അതിൻ്റെ കുറച്ചുകൂടെ ക്ലാരിഫൈ ചെയ്യും ഫങ്ഷൻസ് യൂസ് ചെയ്യുന്നത് വഴി. ആൻഡ് എ പീസ് ഓഫ് കോഡ് ക്യാൻ ബി റീയൂസ്ഡ് ആസ് മെനി ടൈംസ് ആസ് വി വാണ്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഫങ്ഷൻ. ഓക്കെ, ഒരു കോഡിനെ നമുക്ക് റീയൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഫങ്ഷൻസ് യൂസ് ചെയ്ത് അത് റീയൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഫങ്ഷൻസ് യൂസ് ചെയ്യുന്നതിലുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. Okay, when a function is called, any expression supplied as arguments are first evaluated. അപ്പോൾ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്താൽ ആർഗ്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ആ ആർഗ്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നതായിരിക്കും ആദ്യം ഇവാലുവേറ്റ് ചെയ്യുന്നത്. ദെയർ വാല്യൂസ് ആർ കോപ്പീഡ് ടു ടെമ്പററി സ്റ്റോറേജ് ലൊക്കേഷൻസ് നെയിംഡ് ബൈ ദ പാരാമീറ്റേഴ്സ് ഇൻ ദ ഫങ്ഷൻസ് ഡെഫിനിഷൻ. ഓക്കെ, ഒരു ഫംഗ്ഷൻ കോൾ ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ നടക്കും എന്നുള്ളതാണ് പറയുന്നത്. ആദ്യം നമ്മൾ ആർഗ്യുമെൻറ്റ്സ് ആയിരിക്കും ഫസ്റ്റ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഈ വാല്യൂസിനെ എന്ത് ചെയ്യും? ദേ ആർ കോപ്പീഡ് ടു ടെമ്പററി സ്റ്റോറേജ് ലൊക്കേഷൻസ്. ഫങ്ഷൻ ഡെഫിനിഷനിൽ നമ്മൾ നെയിം ചെയ്ത് കൊടുത്തിരിക്കുന്ന ടെമ്പററി സ്റ്റോറേജ് ലൊക്കേഷൻസിൽ ഇതിൻ്റെ വാല്യൂസ്, ദെയർ വാല്യൂസ് ആർ കോപ്പീഡ്. ആൻഡ് ദ പാരാമീറ്റേഴ്സ് പ്ലേ ദ സെയിം റോൾ ആസ് വേരിയബിൾസ് ഇൻ ദ കോഡ് ദാറ്റ് ദ ഫങ്ഷൻ ദെൻ എക്സിക്യൂട്ട്സ്. അപ്പോൾ പാരാമീറ്റേഴ്സിൻ്റെ കാര്യം പറയുന്നുണ്ട്. പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ സെയിം റോൾ, നമ്മുടെ കോഡിലുള്ള വേരിയബിൾസിൻ്റെ അതേ റോള് തന്നെയാണ് പാരാമീറ്റേഴ്സിനും. ആൻഡ് എ ഫംഗ്ഷൻ മേ ഹാവ് വൺ ഓർ മോർ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ്സ് ഹൂസ് പർപ്പസ് ഇസ് ടു ടെർമിനേറ്റ് ദ എക്സിക്യൂഷൻ ഓഫ് ദ ഫംഗ്ഷൻ ആൻഡ് റിട്ടേൺ കൺട്രോൾ ടു ഇറ്റ്സ് കോളർ. അപ്പോൾ അപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഡിക്ലെയർ ചെയ്യുന്നത് ഡെഫ് എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്തിട്ടും റിട്ടേൺ ചെയ്യുന്നത് റിട്ടേൺ കീവേഡ് യൂസ് ചെയ്തിട്ടും ആയിരിക്കും. റിട്ടേൺ കീവേഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഒരു റിട്ടേൺ കീവേഡ് മാത്രമല്ല യൂസ് ചെയ്യുന്നത്, ഒന്നിൽ കൂടുതൽ റിട്ടേൺ കീവേഡ് യൂസ് ചെയ്ത് നമുക്ക് വാല്യൂസ് റിട്ടേൺ ചെയ്യാൻ പറ്റും.
അപ്പോൾ റിട്ടേണിൻ്റെ പർപ്പസ് എന്തുവാണ്? ഇറ്റ് ഈസ് ടു ടെർമിനേറ്റ് ദ എക്സിക്യൂഷൻ ഓഫ് ദ ഫംഗ്ഷൻ. ഓക്കെ, ഫംഗ്ഷൻ്റെ എക്സിക്യൂഷൻ ടെർമിനേറ്റ് ചെയ്ത് ആ കോൾ ചെയ്തത് എങ്ങോട്ടാണോ അവിടേക്ക് റിട്ടേൺ ചെയ്യുന്നതാണ് ആ റിട്ടേൺ. അതായത് ആ കൺട്രോളിന് നമ്മൾ ഫംഗ്ഷൻ കോളർ എവിടെയാണ് അതിലോട്ട് റിട്ടേൺ ചെയ്യുന്നതാണ് അതിൻ്റെ റിട്ടേൺ കീവേഡിൻ്റെ ഫംഗ്ഷൻ. ആൻഡ് എ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് മേ ബി ഫോളോഡ് ബൈ ആൻ എക്സ്പ്രഷൻ. റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കൂടെ ഒരു എക്സ്പ്രഷനും കാണും. ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ കണ്ടല്ലോ, അതുപോലെ ഒരു എക്സ്പ്രഷനും കാണും. ഇൻ ദാറ്റ് കേസ് പൈതൺ ഇവാലുവേറ്റ്സ് ദ എക്സ്പ്രഷൻ ആൻഡ് മേക്സ് ഇറ്റ്സ് വാല്യൂ അവൈലബിൾ ടു ദ caller when the function stops execution. അപ്പോൾ ഫംഗ്ഷൻ്റെ കൂടെ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് മേ ബി ഫോളോഡ് ബൈ ആൻ എക്സ്പ്രഷൻ, ഒരു എക്സ്പ്രഷനും കാണും. അപ്പോൾ ആ എക്സ്പ്രഷൻ വരുന്ന കേസിലാണെങ്കിൽ ഈ പൈതൺ എന്ത് ചെയ്യും? ഈ എക്സ്പ്രഷനെ ഇവാലുവേറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ വാല്യൂ, ഈ ഇവാലുവേറ്റ് ചെയ്ത എക്സ്പ്രഷൻ്റെ വാല്യൂ നമ്മളെ കോളറിന് കൊടുക്കും. ഓക്കെ, എപ്പോഴാണ് കൊടുക്കുന്നത്? വെൻ ദ ഫംഗ്ഷൻ സ്റ്റോപ്സ് എക്സിക്യൂഷൻ. ഓക്കെ, ഫംഗ്ഷൻ എക്സിക്യൂഷൻ സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് ആ എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്ത് കിട്ടുന്ന ആ വാല്യൂ നമ്മുടെ കോളറിന് അവൈലബിൾ ആക്കി കൊടുക്കും. ഓക്കെ, ഇനി ബിൽട്ട് ഇൻ ഫങ്ഷൻസ്. ദേ ആർ ഓൾറെഡി ഡിഫൈൻഡ് ഇൻ പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഓക്കെ, ഇൻബിൽഡ് ആയിട്ടുള്ള ഫങ്ഷൻസ് ആണ്. ദേ ആർ ഓൾറെഡി ഡിഫൈൻഡ് ഇൻ പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഫങ്ഷൻസ് ആയിരിക്കും. വി ക്യാൻ ഡയറക്റ്റ്ലി ഇൻവോക്ക് ദെം ടു പെർഫോം എ സ്പെസിഫിക് ടാസ്ക്. അപ്പോൾ നമുക്ക് അവയെ എന്ത് ചെയ്യാം? ഡയറക്റ്റായിട്ട് നമുക്ക് ഇൻവോക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിപ്പോൾ എന്തെങ്കിലും ഇപ്പം ലെങ്ത് കണ്ടുപിടിക്കുകയാണെങ്കിൽ ലെൻ എന്ന് പറയുന്ന ഇൻബിൽഡ് ആയിട്ടുള്ള ഫങ്ഷൻസ് ഡയറക്റ്റായിട്ട് നമുക്ക് ഇൻവോക്ക് ചെയ്യാം, ഡയറക്റ്റായിട്ട് കോൾ ചെയ്യാം. ഇനി എക്സാമ്പിൾസ് ഓഫ് ബിൽട്ട് ഇൻ ഫങ്ഷൻസ്, ടൈപ്പ് കൺവേർഷൻ ഓർ എക്സ്പ്ലിസിറ്റ് കൺവേർഷൻ യൂസ് ചെയ്യുന്നത് ഇൻറ്റ്, ഫ്ലോട്ട്, ക്യാർ എന്ന് പറയുന്നത്. അപ്പം ടൈപ്പ് കൺവേർഷൻ എന്ന് പറയുമ്പോൾ അപ്പോൾ ഇൻറ്റിലുള്ള ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്ക് അതിനെ ഫ്ലോട്ടിലോട്ട് മാറ്റണമെങ്കിൽ എന്തുവാണ്? ഫ്ലോട്ട് എന്നും പറഞ്ഞ് ആ ഫംഗ്ഷൻ കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ടൈപ്പ് കൊയേർഷൻ അല്ലെങ്കിൽ ഇംപ്ലിസിറ്റ് കൺവേർഷൻ ഉണ്ട്, ടൈപ്പ് കൺവേർഷൻ ഓർ എക്സ്പ്ലിസിറ്റ് കൺവേർഷൻ ഉണ്ട്, ടൈപ്പ് കൊയേർഷൻ ഓർ ഇംപ്ലിസിറ്റ് കൺവേർഷൻ ഉണ്ട്. അതുപോലെ മാത്തമെറ്റിക്കൽ ഫങ്ഷൻസ് ഉണ്ട്, അതായത് സൈൻ, ലോഗ്, കോസീക്ക് എക്സെട്ര. ഇതൊക്കെ മാത്തമെറ്റിക്കലി ഉള്ള ഇൻബിൽഡ് ഫങ്ഷൻസ് ആണ്. അതുപോലെ ഡേറ്റ് ആൻഡ് ടൈം ഉണ്ട്, ഡയറക്ടറി ഫംഗ്ഷൻ ഉണ്ട്, ഹെൽപ്പ് ഫംഗ്ഷൻ ഉണ്ട്. ദീസ് ആർ ദ എക്സാമ്പിൾസ് ഓഫ് ബിൽട്ട് ഇൻ ഫങ്ഷൻസ്. Functions as abstract mechanism. Functions eliminate redundancy. Functions hide complexity. Okay, functions നമുക്ക് അബ്സ്ട്രാക്ട് മെക്കാനിസംസ് ആയിട്ട് യൂസ് ചെയ്യാം. ആൻഡ് ഓൾസോ ഫങ്ഷൻസ് വിൽ എലിമിനേറ്റ് ദ റിഡൻഡൻസി, ഡ്യൂപ്ലിക്കേഷൻ അല്ലെങ്കിൽ റെപ്പറ്റീഷൻ എലിമിനേറ്റ് ചെയ്യും. ആൻഡ് ഓൾസോ ഫങ്ഷൻസ് വിൽ ഹൈഡ് ദ കോംപ്ലക്സിറ്റി. Functions as abstract mechanism. An abstraction hides detail and thus allow a person to view many things as just one thing. ഇപ്പോൾ അബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു അബ്സ്ട്രാക്ട് വ്യൂ, അതായത് ഇപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ പെർഫോം ചെയ്യുന്നതിൻ്റെ പിന്നിൽ ഒരുപാട് കാര്യങ്ങൾ വർക്ക് ആവുന്നുണ്ടായിരിക്കും, ഒരുപാട് കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ടായിരിക്കും. പക്ഷേ അതെല്ലാം ഹൈഡ് ചെയ്ത് വെച്ചിട്ട് യൂസറിന് ഏറ്റവും അബ്സ്ട്രാക്റ്റഡ് ആയിട്ടുള്ള വേയിലായിരിക്കും അത് വ്യൂ ചെയ്യുന്നത്. അതാണ് അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. അബ്സ്ട്രാക്ഷൻ ഹൈഡ്സ് ഡീറ്റെയിൽ ആൻഡ് ദസ് അലോ എ പേഴ്സൺ ടു വ്യൂ മെനി തിങ്സ് ആസ് ജസ്റ്റ് വൺ തിങ്. ഇതെല്ലാം ഹൈഡ് ചെയ്ത് വെച്ചിട്ട് ഇതെല്ലാം കൂടെ ജസ്റ്റ് അബ്സ്ട്രാക്ട് ചെയ്ത് ഒരു ഒറ്റ കാര്യമായിട്ട് നമുക്ക് വ്യൂ ചെയ്യും. ഓക്കെ, അപ്പോൾ അത് ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്, അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഫങ്ഷൻസ് eliminate redundancy. The first way that functions serve as abstraction mechanism is by eliminating redundant or repetitious code. repetitious ആയിട്ട് വരുന്ന കോഡ്സിനെ നമ്മൾ ഫങ്ഷൻസ് യൂസ് ചെയ്ത് എന്താണ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് ഇതിൻ്റെ എക്സാമ്പിളാണ് കൊടുത്തിരിക്കുന്നത്. ഡെഫ് സമ്മേഷൻ lower to upper, lower comma upper, result equal to 0, while lower less than or equal to upper, result plus equal to lower, lower plus equal to -1, return result. എന്തുവാണ് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന ലോവർ ടു അപ്പർ എന്ന് പറയുന്ന അത്രയും നമ്പേഴ്സിൻ്റെ സമ്മേഷൻ കണ്ടുപിടിക്കാനുള്ള പ്രോഗ്രാമാണ്. എക്സാമ്പിൾ നോക്കിയ സമ്മേഷൻ 1,4 എന്ത് ഔട്ട്പുട്ട് കിട്ടും? 1 to 4 വരെയുള്ള നമ്പേഴ്സിൻ്റെ സമ്മ്, അതായത് 1 + 2 + 3 + 4 ദാറ്റ് ഈസ് 10. അതുപോലെ സമ്മേഷൻ 50, 100 എന്ന് പറയുമ്പോഴത്തേക്കും 50 തൊട്ട് 100 വരെയുള്ള നമ്പേഴ്സിൻ്റെ സമ്മ്, അതായത് 3825 എന്ന് കിട്ടും. Next is user defined functions.
പൈത്തൺ ഓൾസോ അലൗസ് യൂസർ ടു ഡിഫൈൻ ദെയർ ഓൺ ഫങ്ഷൻസ്. ഓക്കെ, നമുക്ക് നമ്മുടെ ആവശ്യാനുസരണം ഫങ്ഷൻസ് ഡിഫൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. ആൻഡ് ടു യൂസ് ദെയർ ഓൺ ഫങ്ഷൻസ് ഇൻ പൈത്തൺ യൂസേഴ്സ് ഹാവ് ടു ഡിഫൈൻ ദ ഫങ്ഷൻസ് ഫസ്റ്റ്. അതായത് ഫങ്ഷൻസിന് ആദ്യം ഡിഫൈൻ ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് കൊടുക്കാനായിട്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഫങ്ഷൻസിനെ ഡിഫൈൻ ചെയ്ത് കൊടുക്കണം. അതിനെയാണ് നമ്മൾ ഫങ്ഷൻ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ എ ഫങ്ഷൻ ഡെഫിനിഷൻ യൂസേഴ്സ് ഹാവ് ടു ഡിഫൈൻ എ നെയിം ഫോർ ദ ന്യൂ ഫങ്ഷൻ ആൻഡ് ഓൾസോ. അപ്പോൾ ഫങ്ഷൻ ഡെഫിനിഷൻ കൊടുക്കുമ്പോഴത്തേക്കും യൂസർ എന്തൊക്കെ ഡിഫൈൻ ചെയ്ത് കൊടുക്കണം? ആ പുതിയ ഫങ്ഷന് നമ്മുടെ നീഡ് അനുസരിച്ച് കൊടുക്കുന്ന ആ ഫങ്ഷന് ഒരു നെയിം കൊടുക്കണം. നെയിം വെച്ച് ഡിഫൈൻ ചെയ്യണം. ആൻഡ് ഓൾസോ എന്തും കൊടുക്കണം? എന്തൊക്കെയാണ് ആ ഫങ്ഷൻ കോൾ ചെയ്യുമ്പോൾ എക്സിക്യൂട്ട് ചെയ്യാനുള്ളത് അതും കൊടുക്കണം. ആ ലിസ്റ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സും നമ്മൾ കൊടുക്കണം. സിൻടാക്സ് ആണ് ഡെഫ് ഫങ്ഷൻ നെയിം, പാരാമീറ്റേഴ്സ്, ഫങ്ഷൻ ഡോഗ് സ്ട്രിങ്, സ്റ്റേറ്റ്മെൻറ്റ്സ്, റിട്ടേൺ എക്സ്പ്രഷൻ. ഓക്കെ, ഇത് നമ്മൾ യൂസർ ഡിഫൈൻഡ് ആയിട്ട് ഫങ്ഷൻ കൊടുക്കുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് പാരാമീറ്റേഴ്സ് ആൻഡ് ആർഗ്യുമെൻറ്റ്സ്. പാരാമീറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ദേ ആർ ദ വാല്യൂസ് ഓർ എക്സ്പ്രഷൻസ് പാസ്ഡ് ടു ദ ഫങ്ഷൻസ് ബിറ്റ്വീൻ പാരാന്തസിസ്. നമ്മൾ ആ പാരാന്തസിസിൽ കൊടുക്കുന്ന വാല്യൂസ് അല്ലെങ്കിൽ എക്സ്പ്രഷൻ, ഫങ്ഷൻസിന് പാസ് ചെയ്ത് കൊടുക്കുന്ന വാല്യൂസ് അല്ലെങ്കിൽ എക്സ്പ്രഷൻസിനെയാണ് എന്ത് പറയുന്നത്? പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് ദ വാല്യൂ ഓഫ് ദ ആർഗ്യുമെൻറ്റ് ഈസ് ഓൾവേസ് അസൈൻ ടു എ വേരിയബിൾ നോൺ ആസ് പാരാമീറ്റർ. അപ്പോൾ ആർഗ്യുമെൻ്റിൻ്റെ വാല്യൂ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഇറ്റ് ഈസ് ഓൾവേസ് അസൈൻ ടു എ വേരിയബിൾ നോൺ ആസ് പാരാമീറ്റർ. പാരാമീറ്റർ എന്ന് പറയുന്ന വേരിയബിളിലായിരിക്കും നമ്മൾ ആർഗ്യുമെൻ്റിൻ്റെ വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. ദർ ക്യാൻ ബി 4 types ഓഫ് ഫോർമൽ ആർഗ്യുമെൻറ്റ്സ് യൂസിങ് വിച്ച് എ ഫങ്ഷൻ ക്യാൻ ബി കോൾഡ് വിച്ച് ആർ ആസ് ഫോളോസ്. ഓക്കെ, 4 types ഓഫ് ഫോർമൽ ആർഗ്യുമെൻറ്റ്സ് ഉണ്ടായിരിക്കും. റിക്വേർഡ് ആർഗ്യുമെൻറ്റ്സ്, കീവേഡ് ആർഗ്യുമെൻറ്റ്സ്, ഡിഫോൾട്ട് ആർഗ്യുമെൻറ്റ്സ്, വേരിയബിൾ ലെങ്ത് ആർഗ്യുമെൻറ്റ്സ്. റിക്വേർഡ് ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്കും വെൻ വി അസൈൻ ദ പാരാമീറ്റേഴ്സ് ടു എ ഫങ്ഷൻ അറ്റ് ദ ടൈം ഓഫ് ഫങ്ഷൻ ഡെഫിനിഷൻ, അറ്റ് ദ ടൈം ഓഫ് കോളിംഗ് ദ ആർഗ്യുമെൻറ്റ്സ് ഷുഡ് ബി പാസ്ഡ് ടു എ ഫങ്ഷൻസ് ഇൻ കറക്റ്റ് പൊസിഷണൽ ഓർഡർ. അപ്പോൾ നമ്മൾ ഒരു ഫംഗ്ഷന് നമ്മൾ പാരാമീറ്റേഴ്സ് അസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. അറ്റ് ദ ടൈം ഓഫ് ഫംഗ്ഷൻ ഡെഫിനിഷൻ്റെ ടൈമിൽ തന്നെ നമ്മൾ ഫംഗ്ഷൻസിന് പാരാമീറ്റേഴ്സ് അസൈൻ ചെയ്ത് കൊടുക്കുന്നു. അല്ലെങ്കിൽ അറ്റ് ദ ടൈം ഓഫ് കോളിംഗ്, അല്ലെങ്കിൽ ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്തായിരിക്കും അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. ഈ സമയത്ത് എങ്ങനെയായിരിക്കണം? ആർഗ്യുമെൻറ്റ്സ് ഷുഡ് ബി പാസ്ഡ് ടു എ ഫംഗ്ഷൻ ഇൻ കറക്റ്റ് പൊസിഷണൽ ഓർഡർ. അതിൻ്റെ കറക്റ്റ് പൊസിഷണൽ ഓർഡറിൽ തന്നെ ആർഗ്യുമെൻറ്റ്സ് പാസ് ചെയ്ത് കൊടുക്കണം. ആൻഡ് ഓൾസോ ദ നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്സ് ഷുഡ് മാച്ച് ദ ഡിഫൈൻഡ് നമ്പർ ഓഫ് പാരാമീറ്റേഴ്സ്. അപ്പോൾ നമ്മൾ ഡിഫൈൻ ചെയ്ത് കൊടുത്ത നമ്പർ ഓഫ് പാരാമീറ്റേഴ്സ് ഈ നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്സിന് ഈക്വൽ ആയിരിക്കണം. അതാണ് റിക്വേർഡ് ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്. അടുത്ത കീവേഡ് ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ദ കോളർ റിക്കഗ്നൈസ് ദ ആർഗ്യുമെൻറ്റ്സ് ബൈ ദ പാരാമീറ്റേഴ്സ് നെയിംസ്. ദിസ് ടൈപ്പ് ഓഫ് ആർഗ്യുമെൻറ്റ് ക്യാൻ ഓൾസോ ബി ഔട്ട് ഓഫ് ഓർഡർ. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ പാരാമീറ്റർ നെയിം വെച്ചിട്ടായിരിക്കും ഈ കോളർ എന്താണ് ആർഗ്യുമെൻറ്റ്സിന് റെക്കഗ്നൈസ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ആർഗ്യുമെൻറ്റ്സിന് ക്യാൻ ഓൾസോ ബി ഔട്ട് ഓഫ് ഓർഡറും ആയിരിക്കാം. ഓക്കെ, ഇവിടെ എന്തുവാണ് പൊസിഷണൽ ഓർഡറും അതൊന്നും നോക്കുന്നില്ല. റിക്വേർഡ് ആർഗ്യുമെൻറ്റ്സ് ആണെങ്കിൽ അതിൻ്റെ കറക്റ്റ് പൊസിഷണൽ ഓർഡർ ആയിരിക്കണം. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമില്ല കീവേഡ് ആർഗ്യുമെൻറ്റ്സിന്. ഇനി ഡിഫോൾട്ട് ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് വി ക്യാൻ അസൈൻ എ വാല്യൂ ടു എ പാരാമീറ്റർ അറ്റ് ദ ടൈം ഓഫ് ഫംഗ്ഷൻ ഡെഫിനിഷൻ. ദിസ് വാല്യൂ ഈസ് കൺസിഡർഡ് ദ ഡിഫോൾട്ട് വാല്യൂ ടു ദാറ്റ് പാരാമീറ്റർ. അപ്പോൾ ഫംഗ്ഷൻ ഡെഫിനിഷൻ്റെ ടൈമിൽ നമുക്ക് ഈ ഫംഗ്ഷന് ഒരു വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കാം. ഈ വാല്യൂ എന്ന് പറയുമ്പോഴത്തേക്കും വിച്ച് വിൽ ബി കൺസിഡേർഡ് ആസ് ദ ഡിഫോൾട്ട് വാല്യൂ ടു ദാറ്റ് പാരാമീറ്റർ. ആ പാരാമീറ്ററിൻ്റെ ഒരു ഡിഫോൾട്ട് വാല്യൂ ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുന്നത്. ഇഫ് വി ഡു നോട്ട് പ്രൊവൈഡ് എ വാല്യൂ ടു ദാറ്റ് പാരാമീറ്റർ അറ്റ് ദ ടൈം ഓഫ് കോളിംഗ് ഇറ്റ് വിൽ നോട്ട് പ്രൊഡ്യൂസ് ആൻ എറർ. പക്ഷേ ഇതിലിപ്പം നമ്മൾ കോളിങ്ങിൻ്റെ സമയത്ത് ഫംഗ്ഷൻ കോളിങ്ങിൻ്റെ സമയത്ത് പാരാമീറ്റർ വാല്യൂ പ്രൊവൈഡ് ചെയ്തില്ലെങ്കിലും അതെന്താണ് എററൊന്നും അത് പ്രൊഡ്യൂസ് ചെയ്യത്തില്ല. ഇൻസ്റ്റെഡ് ഇറ്റ് വിൽ പിക്ക് ദ ഡിഫോൾട്ട് വാല്യൂ ആൻഡ് യൂസ് ഇറ്റ്. അപ്പോൾ എന്താ ഈ നമ്മൾ നേരത്തെ അസൈൻ ചെയ്ത് കൊടുത്ത ഡിഫോൾട്ട് വാല്യൂ വെച്ച് ആ ഫംഗ്ഷൻ ചെയ്യും. അപ്പോൾ നമ്മൾ ഫംഗ്ഷൻ കോളിങ്ങിൻ്റെ സമയത്തും നമ്മളൊരു വാല്യൂ അസൈൻ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ എററൊന്നും കാണിക്കത്തില്ല. ഇറ്റ് വിൽ പിക്ക് ദ ഡിഫോൾട്ട് വാല്യൂ. അതാണ് ഡിഫോൾട്ട് ആർഗ്യുമെൻറ്റ്സ്. അടുത്ത വേരിയബിൾ ലെങ്ത് ആർഗ്യുമെൻറ്റ്സ്. ദ നെയിംസ് ഓഫ് ദീസ് ആർഗ്യുമെൻറ്റ്സ് ആർ നോട്ട് സ്പെസിഫൈഡ് ഇൻ ദ ഫംഗ്ഷൻ ഡെഫിനിഷൻ. ഫംഗ്ഷൻ ഡെഫിനിഷനിൽ ഇവരുടെ അതായത് ഈ വേരിയബിൾ ലെങ്ത് ആർഗ്യുമെൻറ്റ്സിൻ്റെ നെയിംസ് അസൈൻ ചെയ്ത് കൊടുക്കത്തില്ല, സ്പെസിഫൈ ചെയ്ത് കൊടുക്കത്തില്ല എന്നുള്ളതാണ്. ആൻഡ് ഇൻസ്റ്റെഡ് വി യൂസ് സ്റ്റാർ ബിഫോർ ദ നെയിം ഓഫ് ദ വേരിയബിൾ വിച്ച് ഹോൾഡ്സ് ദ വാല്യൂ ഫോർ ഓൾ നോൺ കീവേഡ് വേരിയബിൾ ആർഗ്യുമെൻറ്റ്സ്. ഇപ്പോൾ നോൺ കീവേഡ് വേരിയബിൾ ആർഗ്യുമെൻറ്റ്സിൻ്റെ ജസ്റ്റ് ബിഫോർ നമ്മളൊരു സ്റ്റാർ കൊടുക്കും, അത്രയേ ഉള്ളൂ.
അടുത്തത് ഫംഗ്ഷൻ കോൾസ്. എ ഫംഗ്ഷൻ ഈസ് കോൾഡ് യൂസിങ് ദിസ് നെയിം വിത്ത് വിച്ച് ഇറ്റ് വാസ് ഡിഫൈൻഡ് ഏർലിയർ ഫോളോഡ് ബൈ എ പെയർ ഓഫ് പാരാന്തസിസ്. അപ്പോൾ ഫംഗ്ഷൻ എന്ത് നെയിമിലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അത് വെച്ചായിരിക്കും നമ്മൾ കോൾ ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഫോളോഡ് ബൈ എ പെയർ ഓഫ് പാരാന്തസിസ്. ഒരു പെയർ ഓഫ് പാരാന്തസിസ് ആയിരിക്കും, പാരാന്തസിസ് യൂസ് ചെയ്തായിരിക്കും നമ്മൾ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നത്. ആൻഡ് എനി ഇൻപുട്ട് പാരാമീറ്റേഴ്സ് ഓർ ആർഗ്യുമെൻറ്റ്സ് ആർ ടു ബി പ്ലേസ്ഡ് വിത്തിൻ ദീസ് കാളിംഗ് പാരാന്തസിസ്. ഈ കോളിംഗ് പാരാന്തസിസിൻ്റെ അകത്ത് എന്തുണ്ടായിരിക്കും? ഇൻപുട്ട് പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ ആർഗ്യുമെൻറ്റ്സ് ഉണ്ടായിരിക്കും. ഇനി ഓൾ പാരാമീറ്റേഴ്സ് വിച്ച് ആർ പാസ്ഡ് ഇൻ ഫങ്ഷൻസ് ആർ ഓൾവേസ് പാസ്ഡ് ബൈ റെഫറൻസ് ഇൻ പൈത്തൺ. അതായത് ഇഫ് ദ വാല്യൂസ് ഓഫ് ദ പാരാമീറ്റേഴ്സ് ആർ ചേഞ്ച്ഡ് ഇൻ ദ ഫംഗ്ഷൻ ഇറ്റ് വിൽ ഓൾസോ റിഫ്ലെക്ട് ദ ചേഞ്ച് ഇൻ ദ കോളിംഗ് ഫംഗ്ഷൻ. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ വാല്യൂസ് പാരാമീറ്റർ വാല്യൂസ് ചേഞ്ച് ചെയ്താൽ അതിനെന്ത് ചെയ്യും? കോളിംഗ് ഫംഗ്ഷനെയും റിഫ്ലക്റ്റ് ചെയ്യും എന്നുള്ളതാണ്. അതാണ് പാസ്ഡ് ബൈ റെഫറൻസ് ഇൻ പൈത്തൺ എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്ത റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ്. റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് യൂസ്ഡ് ടു എക്സിറ്റ് എ ഫംഗ്ഷൻ. ഒരു ഫംഗ്ഷൻ എക്സിറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. ഇഫ് എ ഫംഗ്ഷൻ റിട്ടേൺസ് എ വാല്യൂ ഇറ്റ് ഈസ് പാസ്ഡ് ബാക്ക് ബൈ ദ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് ആസ് ആർഗ്യുമെൻറ്റ് ടു ദ കോളർ. ഇഫ് എ ഫംഗ്ഷൻ റിട്ടേൺസ് എ വാല്യൂ, ഇപ്പോൾ ഒരു വാല്യൂ റിട്ടേൺ ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് പാസ്ഡ് ബാക്ക് ബൈ ദ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് ആസ് ആർഗ്യുമെൻറ്റ് ടു ദ കോളർ. അപ്പോൾ അതെന്ത് ചെയ്യും? ഇറ്റ് വിൽ ബി പാസ്ഡ് ബാക്ക് എന്തായിട്ട്? ബൈ ദ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റിൽ ഒരു വാല്യൂ ആയിട്ട് അല്ലെങ്കിൽ ആർഗ്യുമെൻ്റ് ആയിട്ട് അത് റിട്ടേൺ ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു റിട്ടേൺ വാല്യൂ ഉണ്ടെങ്കിൽ ഒരു ഫംഗ്ഷൻ ഒരു വാല്യൂ റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? ആർഗ്യുമെൻ്റ് ആയിട്ട് പാസ് ചെയ്യും. ആൻഡ് റിട്ടേൺ വാല്യൂ ഇല്ലെങ്കിൽ just simply write return with no arguments. Design with the recursive functions. In some cases you can decompose a complex problem into smaller problems of the same form. അപ്പോൾ നമുക്ക് വലിയ കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോബ്ലംസിനെ നമുക്ക് സ്മോളർ പ്രോബ്ലംസ് ആയിട്ട് ഡീകമ്പോസ് ചെയ്യാൻ പറ്റും. അങ്ങനെ വരുന്ന കേസസിൽ ദ സബ് പ്രോബ്ലംസ് ക്യാൻ ഓൾസോ ബി സോൾവ്ഡ് ബൈ യൂസിങ് ദ സെയിം ഫംഗ്ഷൻ. ഇതിലെ സബ് പ്രോബ്ലംസിനെ നമുക്ക് ആ സെയിം ഫംഗ്ഷൻ വെച്ചിട്ട് തന്നെ സോൾവ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള ഡിസൈൻ സ്ട്രാറ്റജിയാണ് നമ്മൾ റിക്കേഴ്സീവ് ഡിസൈൻ എന്ന് പറയുന്നത്. ആൻഡ് ദ റിസൾട്ടിങ് ഫംഗ്ഷൻസ്, അതിൻ്റെ ഫംഗ്ഷൻസിനെയാണ് നമ്മൾ റിക്കേഴ്സീവ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്.